നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുന്നോട്ടുള്ള വഴികൾ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഐഡിയ ഹരിയേട്ടന്റെ മനസ്സിലുണ്ടോ? അമ്മേ, എന്താടാ? എന്ത് വേണം എന്റെ മോന്? അമ്മേ, എനിക്ക് ചോക്ലേറ്റ് വേണം. എനിക്ക് ചോക്ലേറ്റ് താ അമ്മേ. വേണ്ട, ഇനി ചോക്ലേറ്റ് ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി മതി കുട്ടാ. പറ്റില്ല, എനിക്ക് ചോക്ലേറ്റ് വേണം. എനിക്ക് ചോക്ലേറ്റ് വേണം അമ്മ. കുട്ടാ പറയുന്ന കേക്ക്. ഇനി ചോക്ലേറ്റ് കഴിച്ചാ നിന്റെ വയറിനും വല്ല അസുഖം പറ്റുവേ? പറ്റില്ല, എനിക്ക് ചോക്ലേറ്റ് വേണം. എനിക്ക് ചോക്ലേറ്റ് തന്നേ പറ്റൂ, എവിടെ ആണെങ്കിലും. സിദ്ധു, ദേ അമ്മ, എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ച് തരണ്ടോ? സിദ്ധു പറയുന്ന കേക്ക്. സിദ്ധു, എനിക്ക് ചോക്ലേറ്റ് വേണം അമ്മ. സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടന് എന്തിനെങ്ങനെ വാശി പിടിച്ച് അമ്മയെ ശല്യം ചെയ്യുന്ന? അമ്മയെ മാത്രമല്ല എല്ലാവരും ഇതുപോലെ ശല്യപ്പെടുത്താറുണ്ടല്ലോ. ഇതൊരു മോശം പ്രവൃത്തിയല്ലേ? ഗോപിക, സിദ്ധു അത്ര മോശപ്പെട്ട ആളൊന്നും അല്ല. അത് ശരിക്കും സിദ്ധുവിന് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങനെ പറയുന്നേ. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ ഒരിക്കലും സിദ്ധു ആയിരിക്കില്ല. അവന് ഒരിക്കലും അങ്ങനെ ചെയ്യാനാവില്ല മോളെ. സ്വന്തം മകനെ ഏതൊരമ്മയെ ന്യായീകരിക്കല്ലേ ഉള്ളൂ. ഞാൻ ന്യായീകരിക്കുന്ന അല്ല മോളെ. ഗോപു, മാഡം പറഞ്ഞ ശരിയാ. ഞാനും മാഡം പറഞ്ഞു തന്നെ വിശ്വസിക്കുന്നേ. ചേച്ചി, ഈ ഇടയായിട്ട് ഉറക്കത്തിൽ കൂട്ടൻ ആക്സിഡന്റിനെ കുറിച്ച് അവ്യക്തമായിട്ട് പറയാറുണ്ട്. അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. കുട്ടൻ ഉപബോധ മനസ്സിൽ നിന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോ അതിൽ എന്തെങ്കിലും സത്യം ഇല്ലാതിരിക്കോ? തീർച്ചയായും എന്തോ വാസ്തവം അതിലുണ്ട്. അതുകൊണ്ടാ മാഡം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത്. നീയും അത് വിശ്വസിക്കണം. ചേച്ചി പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ സിദ്ധുവേട്ടന്റെ അസുഖം മാറി സത്യം സിദ്ധുവേട്ടന്റെ നാവിന്ന് പുറത്തു വരണം. മതി, അത് മതി. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അമ്മ, മിഠായി. അല്ല, നീ എന്താ ഈ ആലോചിക്കുന്നേ? ഞാൻ ആ ആക്സിഡന്റിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഏത് ആക്സിഡന്റ്? ഏത് ആക്സിഡന്റിനെ കുറിച്ചായിരിക്കും ഞാൻ ചിന്തിക്കാൻ സാധ്യത? സിദ്ധുവിനുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച്. അതൊക്കെ നീ ഇപ്പൊ എന്തിനാ ആലോചിക്കുന്നേ? എനിക്കൊരു സംശയം. എന്ത് സംശയം? ആ ആക്സിഡന്റിൽ നിന്നും സിദ്ധു എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടത്? എടി, നീ ഒന്ന് പതുക്കെ പറയടി. നീ ഇങ്ങനെ വേണ്ടാത്ത ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒടുക്കം കുടുങ്ങാൻ പോകുന്ന നമ്മൾ തന്നെ ആയിരിക്കും കേട്ടോ. അത് പിന്നെ എന്റെ മനസ്സിൽ നിന്ന് ആ സംശയം പോകുന്നില്ല ഹരിയേട്ടാ, അതുകൊണ്ടാ ചോദിച്ചത്. ഓ, മുടിയാൻ നേരത്ത് നിന്റെ ഒരു സംശയം. എടി, അവൻ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടത് അവന്റെ ഭാഗ്യം കൊണ്ടാ. ഇല്ലെങ്കിൽ അവിടെ തീരുമായിരുന്നു എല്ലാം. ദേ, അന്ന് തുടങ്ങിയത് നമ്മുടെ നിർഭാഗ്യം. ദേ, അതിനുശേഷം നമുക്ക് തിരിച്ചടികൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ തയ്യാറാക്കിയ എല്ലാ പദ്ധതികളും പൊളിഞ്ഞില്ലേ? സിദ്ധുവിനെതിരെ എന്ത് നീക്കം നടത്തിയാലും അതെല്ലാം പരാജയപ്പെടും. ഹരിയേട്ടാ, നമുക്ക് നിർഭാഗ്യമാണ്, കഷ്ടകാലമാണ് എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഉടനെ സിദ്ധുവിന്റെയും ദേവികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ദേവികയായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. അതോടെ നമ്മുടെ കഥ തീരും. എടി, നീ ഇങ്ങനെ പേടിക്കാതിരിക്കേ. മുന്നോട്ടുള്ള വഴികൾ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്.
ഇപ്പൊ എന്തെങ്കിലും ഐഡിയ ഹരിയേട്ടന്റെ മനസ്സിലുണ്ടോ? ഇതെന്താണ്? ഇതേ മാരകമായൊരു വിഷമാണ്. ആരും അറിയാതെ നീ ഇതെങ്ങനെയെങ്കിലും സിദ്ധുവിന്റെ മരുന്നിൽ ചേർക്കണം. ഈ വിഷം ചേർന്ന മരുന്ന് കഴിച്ചാൽ അധികം താമസിയാതെ അവൻ മരണപ്പെടും. അവൻ ചത്താൽ അതിന്റെ പഴി മുഴുവൻ ദേവിയേക്കായിരിക്കും. ആരെ അടുപ്പിക്കാതെ ഇപ്പൊ അവന്റെ ചികിത്സ നടത്തുന്ന അവളല്ലേ. അതുകൊണ്ട് മരുന്ന് കഴിച്ചവൻ മരിച്ചാൽ ദേവിക ഉറപ്പായും കുടുങ്ങും. ഒരു വെടിക്ക് 2 പക്ഷി. ഇത് കിടിലം പ്ലാനാ. പക്ഷെ ഈ വിഷം എങ്ങനെ അവന്റെ മരുന്നിൽ കലർത്തും? ദേവിക എപ്പോഴും അവനെ ചുറ്റിപ്പറ്റി ആ മുറി തന്നെ ഉണ്ടാവും. അവളുടെ കണ്ണു വെട്ടിച്ച് ഇത് കലർത്തണ്ടേ? അത് ഇത്ര റിസ്ക് ആണ്. പക്ഷേ ആ കടമ്പ കടന്നാൽ അത് നമ്മുടെ മഹാവിജയമായിരിക്കും. പിന്നീട് ആരെയും ഭയപ്പെടാതെ നമുക്കിവിടെ ജീവിക്കാം. നമ്മൾ ലക്ഷ്യം വെച്ചതൊക്കെ നമുക്ക് നേടിയെടുക്കുകയും ചെയ്യാം. ഏത് വിധേനെ ഈ വിഷം സിദ്ധുവിന്റെ മരുന്നിൽ കലർത്തിയേ പറ്റൂ. കുട്ടനീ മരുന്ന് കുടിച്ചേ. വേണോ? ആ വേണം, മരുന്ന് കുടിക്കേ. വേണോ? കുടിക്കേ. ഗുഡ് ബോയ്. എന്ത് പറ്റി മാലാകെ? കൈവേനിക്കുണ്ടോ? നോക്കട്ടെ. കൈവേനിക്കാണല്ലോ. എന്ത് ചെയ്യാ? ഞാൻ മാലാക്ക് മരുന്ന് കൊണ്ട് തരേ. ഒരു മരുന്നുണ്ട്. ഞാൻ പെരട്ടി തരേ. ഇപ്പൊ മാറിക്കൊള്ളില്ല. വേനുണ്ടോ? ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യന് എങ്ങനെ എന്റെ അച്ഛന്റെ ജീവൻ എടുക്കാനാവുക? എന്റെ അച്ഛനെ കൊന്നത് സിദ്ധു അവൻ ഒരു സാധ്യതയില്ല. ഇതിലെന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. കുട്ടൻ മതി. വേദന മാറിയോ? ആ മാറി വരുന്നുണ്ട്. നമുക്ക് ഉറങ്ങിയാലോ കുട്ടാ? ആ ഉറങ്ങാം. എനിക്ക് ഇപ്പൊ തന്നെ ഉറക്കം വരുന്നുണ്ട്. വാ കിടക്കാം. കിടക്കാം. ഉറങ്ങിക്കോ. കുട്ടൻ സുഖമായിട്ട് ഉറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.